പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിൽ എന്നുള്ളത് പിണറായി വിജയൻ ഇങ്ങനെ ചെറിയ കണക്കല്ല. 1.5 ലക്ഷം വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ വിജയിച്ചു പാർട്ടിയുടെ കേഡർ വോട്ടാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ആദ്യ റൗണ്ടിൽ പിന്നിലാണ് എന്നുള്ള വിവരമാണ് വളരെ പ്രധാനപ്പെട്ട വിവരം. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. 733 വോട്ടിനാണ് വോട്ടുകൾക്ക് CP ജോൺ തിരുവനന്തപുരത്ത് സെൻട്രൽ അസംഭവ്യമായതെന്തോ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പോകാതെ കഴിയില്ല. ഈ ചരിത്രം നോക്ക്. ഈ വിരുദ്ധ വികാരം ആഞ്ഞടിച്ചിരിക്കുന്നു എന്ന് സംശയിക്കാവുന്ന സമയം ഇതായി. അവിടെ പിണറായി വിജയനിലാണ് രാഷ്ട്രീയ കാലാവസ്ഥ. അസംഭവ്യമാണ്. അത് സംഭവിച്ചിരിക്കുന്നു. പിണറായി വിജയൻ ഇതാ പിന്നാക്കം പോകുന്നു എന്നുള്ള കൃത്യമായ സൂചനയാണ്. ഇതിവിടെ അബിൻവർക്കി തന്നെയാണ് ലീഡ്. അബിൻവർക്കിൽ 1400 ലീഡ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിമിഷത്തിലെ വാർത്ത. ഈ നിമിഷത്തിലെ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ 1821 വോട്ടിന് ഇടത് കേന്ദ്രമായ നീലേശ്വരം നഗരസഭയിൽ ഇതാ സന്ദീപ് വാര്യർ ലീഡ് എടുത്തിരിക്കുന്നു. ഇടത് കേന്ദ്രമായ നീലേശ്വരത്ത് സന്ദീപ് വാര്യർ ഭരണവിരുദ്ധ തരംഗം തന്നെയാണ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും തരംഗമല്ല, നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിലാണ് എന്നുള്ള ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. അബ്ദുൾ റഷീദിന് 1741 വോട്ടുകൾ കിട്ടുമ്പോൾ പിണറായി വിജയന് കിട്ടുന്നത് 5008 വോട്ടുകൾ മാത്രമാണ്. 5008 വോട്ടുകൾ മാത്രമാണ്. ഏകദേശം നോക്കൂ, 5741 5008 700 വോട്ടുകൾക്ക് പിന്നിലാണ് എന്നുള്ളത് ചെറിയ കളിയല്ല. അത് ധർമ്മടത്ത് അബ്ദുൾ റഷീദ് മുന്നിലാണ്. അവിടെ ധർമ്മടത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിന്നിലാണ് എന്ന പക്ഷേ ആദ്യ ലീഡ് വോട്ടുകൾക്ക് കളിപ്പറമ്പിൽ ആദ്യ റൗണ്ട് പൂർത്തിയാകുമ്പോൾ വെറും 980 വോട്ട് മാത്രമാണ് LDFിന്റെ ലീഡ്. അവിടെ കാര്യങ്ങൾ മാറി മറിയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അട്ടിമറിയുടെ സൂചനയുണ്ട്. 950 വോട്ടിന് 492 വോട്ട് ലീഡ്. മലപ്പുറത്ത് അതേസമയം കുഞ്ഞാലിക്കുട്ടി 5000-ത്തിലധികമായി ലീഡ് നില ഉയർത്തുന്നു. ഈ നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിലാണ്. മുഖ്യമന്ത്രിയും 12 മന്ത്രിമാരും പിന്നിൽ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 1 ഡസൻ മന്ത്രിമാർ ഇതാ പിന്നാക്കം. +1 പേർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പിന്നിൽ. പൊന്നാനിയും LDF കൈവിടുന്നു. പൊന്നാനിയിൽ UDF 230